ഹായ് ഓൾ, എല്ലാവർക്കും യൂണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ HSCക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കിയിരിക്കേണ്ടതാണ് ഇന്ത്യൻ റിനൈസൻസ് ലീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സ് ഒത്തിരി പേരുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ നമുക്ക് പരിചയപ്പെടാം. അതിലൊന്നാമത്തെ വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് അല്ലേ. രാജാറാം മോഹൻ റോയെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമ്മുടെ ജനറൽ പാർട്ടിലായാലും HSC സോഷ്യൽ സയൻസിനായാലും ഒക്കെ രാജാറാം മോഹൻ റോയെക്കുറിച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് രാജാറാം മോഹൻ റോയെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ബോൺ ഇൻ 1772 ആണ് അല്ലേ. അപ്പോൾ എന്നാണ് ജനിച്ചത്? 1772 രാജാറാം മോഹൻ റോയ് ജനിക്കുന്നത്. 1772. Then, Rajaram Mohan Roy was the pioneer among the social reformers who described for the modernization of Indian society. അല്ലെ, ഇന്ത്യൻ സമൂഹത്തിൻ്റെ ആധുനികതയ്ക്ക് വേണ്ടി വാദിച്ചതിൽ ഏറ്റവും ആദ്യത്തെ ആള് അല്ലെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. നമ്മളെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ആധുനികതയ്ക്ക് വേണ്ടി മോഡേണൈസേഷന് വേണ്ടിയിട്ട് വാദിച്ചവരിൽ ഏറ്റവും പ്രമുഖനായ വ്യക്തിയായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ നമുക്കറിയാം, രാജാറാം മോഹൻ റോയ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് സതി നിരോധനമാണ് അല്ലേ. അപ്പോൾ ഹി ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം ആൻഡ് സതി സോഷ്യൽ ഈവിൽസ് പ്രിവൈൽഡ് ഇൻ ദ ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ദ ബ്രഹ്മ സമാജ് ഇൻ ബംഗാൾ. അപ്പോൾ രാജാറാം മോഹൻ റോയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കേണ്ടത്, അദ്ദേഹം എന്ത് ചെയ്തു? സമൂഹത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയെ ഇല്ലായ്മ ചെയ്യുകയും അതുപോലെ അനാചാരമായ സതി നിർത്തലാക്കുകയും ചെയ്തു. പിന്നെ എന്ത് സ്ഥാപിക്കുന്നു? ബംഗാളിൽ ബ്രഹ്മസമാജവും സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണെന്ന് ഓർത്തിരിക്കുക. രാജാറാം മോഹൻ റോയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ആണ് ആദ്യത്തെ സ്ലൈഡിൽ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് വരുന്ന സ്ലൈഡുകളിൽ നമുക്ക് നോക്കാം. ദെൻ ഹിസ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് ദ സതി പെർസ്വേർഡഡ് ലോർഡ് വില്യം ബെൻറ്റിക്, ദ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ, ടു അബോളിഷ് സതി. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻറ്റിക്കുമായി ചേർന്നിട്ടാണ് എന്ത് നിരോധിക്കുന്നത്? സതി നിരോധിക്കുന്നത്. അപ്പോൾ രാജാറാം മോഹൻ റോയോടൊപ്പം സതി നിരോധിക്കാനായിട്ട് മുൻകൈ എടുത്ത ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് വില്യം ബെൻറ്റിക്കാണ്. എന്നാണ് സതി നിരോധിച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക. 1829 ഡിസംബർ 4 അല്ലെ. 1829 ഡിസംബർ 4 രാജാറാം മോഹൻ റോയ് നമ്മുടെ വില്യം ബെൻറ്റിക്കിന്റെ സഹായത്താൽ എന്ത് ചെയ്യുന്നത്? സതി നിർത്തലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് അല്ലെ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ്. ഹി പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയ ഓഫ് എ യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ദ പ്ലേസ് ഓഫ് എ സൊസൈറ്റി ഫ്രാഗ്മെന്റഡ് ഓവർ കാസ്റ്റ് ലൈൻസ്. ദിസ് ഐഡിയ പ്രോംപ്റ്റഡ് പാട്രിയോട്ടിസം എമംഗ് ദ പീപ്പിൾ. അപ്പോൾ എന്ത് ചെയ്തു? വിവിധ ജാതി വ്യവസ്ഥകളായി മാറിയിരുന്ന ആ ഒരു ഇന്ത്യൻ സമൂഹത്തെ ഒരൊറ്റ സമൂഹമാക്കി മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുൻകൈ എടുത്ത വ്യക്തിയായിരുന്നു ആര്? രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത് അല്ലെ. ജാതി വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ വിവിധ സമൂഹങ്ങളായി നിലനിന്നിരുന്ന ഇന്ത്യൻ സമൂഹത്തെ ഒരു യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റിയാക്കി മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ ആരുടേതായിരുന്നു? രാജാറാം മോഹൻ റോയുടേതായിരുന്നു. അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ പാട്രിയോട്ടിസം എന്ന ആശയം കൊണ്ടുവരാനും രാജാറാം മോഹൻ റോയ് ശ്രമിക്കുന്നു. അടുത്തത്, ദ കോൺസെപ്റ്റ് ഓഫ് എ യൂണിഫൈഡ് നേഷൻ ബിക്കെയിം വൺ ഓഫ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് സോഷ്യൽ റീഫോം. ഇപ്പോൾ സോഷ്യൽ റീഫോമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? യൂണിഫൈഡ് നേഷൻ ആണ് അല്ലേ. ഒരൊറ്റ സമൂഹമാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ റീഫോമുകളുടെ പ്രധാനമായ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഇംപ്രൂവ് the status of women, he advocated for the right of women to own property അല്ലെ. സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്കും സ്വത്തിന്മേൽ അവകാശം നൽകുക എന്ന് പറഞ്ഞ വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ സമൂഹത്തിൽ സ്ത്രീകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്ത്രീകളുടെ ആ ഒരു അവസ്ഥ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സ്വത്തിന്മേൽ അവകാശം നൽകുക എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. To improve the status of women, he advocate for the right of women to own property അല്ലെ. സ്വത്തിന്മേൽ അവകാശം നൽകുക. ഇനി അടുത്തത് നോക്കാം. രാജാറാം മോഹൻ റോയ് ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് അല്ലെ.
ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, അതുപോലെ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊക്കെ ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ് എന്ന് ചോദിച്ചാലും അതും രാജാറാം മോഹൻ റോയ് ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ദ ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ എന്നറിയപ്പെടുന്നതും രാജാറാം മോഹൻ റോയ് ആണ്. അപ്പോൾ രാജാറാം മോഹൻ റോയുടെ വിശേഷണങ്ങൾ ഓർത്തിരിക്കുക. ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ് ആൻഡ് ദി ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ. ഇനി ഇദ്ദേഹം ആത്മീയ സഭ സ്ഥാപിക്കുന്നത് 1815 രാജാറാം മോഹൻ റോയ് എന്ത് സ്ഥാപിക്കുന്നു? ആത്മീയ സഭ സ്ഥാപിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസമാജ് 1828 ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. 1828 അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828. ഇനി ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹത്തിൻ്റെ 2 ന്യൂസ് പേപ്പേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് ഭാഷയിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ സമ്പാദ് കൗമുദി എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ബംഗാളി ഭാഷയിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്. 1821 കേട്ടോ സമ്പാദ് കൗമുദി പ്രസിദ്ധീകരിക്കുന്നത്. ബംഗാളി ന്യൂസ് പേപ്പർ ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ മിറാത്തുൽ അക്ബർ ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഒരു അറബിക് ടച്ച് ആണ്. അത് പേർഷ്യൻ ന്യൂസ് പേപ്പർ ആണ്. അപ്പോൾ സമ്പാദ് കൗമുദി ബംഗാളി ന്യൂസ് പേപ്പറും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ന്യൂസ് പേപ്പറുമാണ് എന്ന് ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ബുക്സുകൾ പരിചയപ്പെടാം. തുഹ്ഫത്തുൽ മുവാഹിദീൻ ഒന്നാമത്തെ ബുക്കാണ് തുഹ്ഫത്തുൽ മുവാഹിദീൻ. അതുപോലെ പേർസെപ്റ്റ്സ് ഓഫ് ജീസസ്, അതുപോലെ എ ഡിഫൻസ് ഓഫ് ഹിന്ദു തെയിസം തുടങ്ങിയവ രാജാറാം മോഹൻ റോയുടെ പ്രശസ്തമായ ബുക്കുകളാണ്. ഏതൊക്കെയാണ്? തുഹ്ഫത്തുൽ മുവാഹിദീൻ, പേർസെപ്റ്റ്സ് ഓഫ് ജീസസ്, എ ഡിഫൻസ് ഓഫ് ഹിന്ദു തെയിസം. ഇനി ഹി സ്റ്റാർട്ടഡ് വേദാന്ത കോളേജ് ഇൻ കൽക്കട്ട ഇൻ 1825. 1825 ഇദ്ദേഹം കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിക്കുന്നു. അപ്പോൾ കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ആര് തന്നെയാണ്? അത് രാജാറാം മോഹൻ റോയ് ആണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇദ്ദേഹം മരണപ്പെടുന്നത് 1833 ബ്രിസ്റ്റോൾ ആണ് കേട്ടോ. ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് രാജാറാം മോഹൻ റോയ് എന്ത് ചെയ്യുന്നത്? മരണപ്പെടുന്നത് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ രാജാറാം മോഹൻ റോയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 1772 രാധാനഗറിലാണ് കേട്ടോ ജനനം. അതുപോലെ തന്നെ ഇന്ത്യൻ സൊസൈറ്റിയുടെ മോഡേണൈസേഷന് വേണ്ടി പ്രവർത്തിച്ചു. വില്യം ബെന്റിക്കുമായി ചേർന്ന് സതി നിരോധിക്കുന്നുണ്ട്. അതുപോലെ ബ്രഹ്മസമാജം സ്ഥാപിച്ചു അല്ലെ. സതി നിരോധിച്ചത് 1829 ഡിസംബർ 4 എന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ് എന്നറിയപ്പെടുന്നു. ഒരു യൂണിഫൈഡ് ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. അതുപോലെ സ്ത്രീകളുടെ സമൂഹത്തിൽ സ്ത്രീകളുടെ അവകാശം ഉയർത്തുന്നതിന് വേണ്ടി അവർക്കും സ്വത്തിൽ പങ്കാളിയാവുക അല്ലെങ്കിൽ സ്വത്തിന്മേൽ അവകാശം കൊടുക്കുക എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. എന്തെന്നൊക്കെ അറിയപ്പെടുന്നു? ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ, ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഫാദർ ഓഫ് ബംഗാൾ റിനൈസൻസ്, ദ ഫസ്റ്റ് മോഡേൺ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ പിതാവെന്നോ, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നോ, ബംഗാൾ നവോത്ഥാനത്തിൻ്റെ പിതാവെന്നോ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക മനുഷ്യനെന്ന് ചോദിച്ചാലോ അത് രാജാറാം മോഹൻ റോയ് ആണ്. ഇനി ഇദ്ദേഹം ആത്മീയ സഭ സ്ഥാപിച്ചത് 1815 ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ന്യൂസ് പേപ്പേഴ്സ് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. സമ്പാദ് കൗമുദി 1821 ബംഗാളി ഭാഷയിലാണ്. മിറാത്തുൽ അക്ബർ പേർഷ്യൻ ന്യൂസ് പേപ്പറാണ്. ദെൻ ബുക്കുകൾ തുഹ്ഫത്തുൽ മുവാഹിദീൻ, പേർസെപ്റ്റ്സ് ഓഫ് ജീസസ്, എ ഡിഫൻസ് ഓഫ് ഹിന്ദു തീസം. ദെൻ കൽക്കട്ടയിലെ വേദാന്ത കോളേജ് സ്ഥാപിച്ചു 1825. ദെൻ 1833 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുന്നു? മരണപ്പെടുന്നു. അപ്പോൾ ഈ നമ്മുടെ ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിന്റ് മാത്രം നോട്ട് ചെയ്താൽ മതി കേട്ടോ. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ കേരള റിനൈസൻസ് ലീഡർ അല്ലെങ്കിൽ കേരള നവോത്ഥാന നായകന്മാരെ കുറിച്ച് ഇതിന് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അത് മലയാളത്തിലാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമുക്ക് ഇന്ത്യൻ റിനൈസൻസ് ലീഡേഴ്സ് കഴിഞ്ഞിട്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് വേർഷനും കൂടെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. മലയാളത്തിലുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി അറിഞ്ഞിരിക്കുക. മലയാളം വേർഡ്സ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് വേർഡ് അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ അതും കൂടെ കണ്ടിരിക്കാനായിട്ട്
ഒന്ന് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഒത്തിരി ടോപ്പിക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ HSIയുടെ വേറെയും ടോപ്പിക്സ് നമ്മുടെ എന്താണ് റിനൈസൻസ് മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ INC വരെ എത്തി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ബാലൻസും ഉണ്ട്. അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ ഇതെല്ലാം തന്നെ മിഷൻ HSI എന്ന് പറയുന്ന ഫോൾഡറിലായിട്ടായിരിക്കും കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ടോപ്പിക്കിൻ്റെയും പാർട്ടിനനുസരിച്ച് അതിൻ്റെ തംബ്നെയിലിൽ ഞാൻ പാർട്ട് 1, 2, 3 എന്നിങ്ങനെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർഡർ അനുസരിച്ച് തന്നെ കാണാനായിട്ട് നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.